ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതാ സുഖമായിട്ടിരിക്കണു. ഇന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ 15 വർഷമായി കാനഡയിലേക്ക് വന്നിട്ട്, അതിൽ 12 വർഷമായി എഡ്മണ്ടനിലേക്ക് മൂവ് ചെയ്തിട്ട്, റോജ് വന്നിട്ട് 8 വർഷമായി. ഞങ്ങൾ വെസ്റ്റേൺ ബെൻഡമാളിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ താമസിക്കുന്നത്. എന്നിട്ട് പോലും ഇതുവരെ ആ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഒന്ന് പോയി വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് അങ്ങോട്ടാവാമെന്ന്. പിന്നെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കാണല്ലോ. അപ്പോൾ എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോയി. പെട്ടിയും കിടക്കയല്ല, സ്വിമ്മിങ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി. ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാം പൂട്ടിക്കെട്ടി ലോക്കറിൽ വെച്ചു. ഞങ്ങൾ നേരെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയി സ്ലൈഡിലൊക്കെ എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് മൊത്തം 4 സ്ലൈഡിലാണ് കേട്ടോ കയറാൻ പറ്റുള്ളൂ. കാരണം പിള്ളേരുടെ ഹൈറ്റ് വെച്ചിട്ട് ഐറൂട്ടിക്ക് ഒരു സ്ലൈഡിൽ എൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റി. പിന്നെ കുറച്ച് കുട്ടികളുടെ ആ വാട്ടർ പാർക്കിനകത്ത് ഉള്ള കുഞ്ഞു കുഞ്ഞു സ്ലൈഡിലൊക്കെ അവൾക്ക് കയറാൻ പറ്റി. ആ സമയത്ത് റോണൂട്ടനായിരുന്നു കേട്ടോ അവളുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത്. റോങ്കുട്ടനെ വെച്ചിട്ട് നമുക്ക് 4 സ്ലൈഡിലാണ് കയറാൻ പറ്റിയത്. അവന് തന്നെ പോകാനൊക്കെ പറ്റുന്ന 4 സ്ലൈഡിൽ. അപ്പം ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ നോക്കുമ്പോൾ റോയിച്ചൻ പോകും, റോയിച്ചൻ വന്നിട്ട് കുഞ്ഞിപ്പെണ്ണിനെ പിടിക്കുമ്പോൾ ഞാനും പോകും. അങ്ങനെ നമ്മളൊരു 4 സ്ലൈഡ് മൊത്തത്തിൽ എൻജോയ് ചെയ്തു. സംഭവം അടിപൊളിയാണ്. ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൊരു സംഭവം. പക്ഷെ ഞങ്ങൾക്ക് ആക്ച്വലി സങ്കടം വന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ സ്ലൈഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സ്റ്റാഫിനെ കണ്ടപ്പോൾ ചോദിച്ചു, കുട്ടികളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തോട്ടെ, ഓക്കെ ആണോ? അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും എന്തോരം വേണമെങ്കിലും എടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് വിഷമം തോന്നി, കാരണം ആ സ്ലൈഡും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത്. പക്ഷെ എന്നാലും സാരമില്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നത് കിഡ്സിൻ്റെ വാട്ടർ പാർക്കിലേക്കായിരുന്നു. അവിടെ കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ. നീന്താൻ മാത്രമുള്ള വെള്ളമൊന്നുമില്ല, ആഴമൊന്നുമില്ല, ഒട്ടും ഡീപ്പല്ല. എന്നിട്ടും റോണും വയറും എന്തോ കാര്യമായിട്ടുള്ള സ്വിമ്മിങ് ഒക്കെ ആയിരുന്നു. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് കണ്ടപ്പോൾ നമ്മളും ഒരു സന്തോഷം, അത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ വേവ് പൂള്. അവിടെ കുട്ടികളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അവർ എൻജോയ് ചെയ്തതിന് ഒരു കണക്കും പറയാനില്ല. എനിക്ക് പിന്നെ നമ്മൾ വീഗലാൻഡിൽ ഇഷ്ടം പോലെ പ്രാവശ്യം വന്നതുകൊണ്ടും വേവ് പൂൾ അവിടെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നതുകൊണ്ടും അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ. വീഗലാൻഡ് തന്നെയാണ് ദ ബെസ്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, ഞാൻ പോയിട്ടുള്ളതിൽ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും കുട്ടികളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ അവർ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ വേവ്സ് വരുമ്പോഴും റോങ്കുണ്ണും ഐറൂട്ടി ആണെങ്കിലും ജമ്പ് ചെയ്തിട്ട് ആ വേവിൻ്റെ ഒപ്പം പോകാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ പൂൾ ഓപ്പൺ ആവുന്നത്, ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓപ്പൺ ആവുന്നത് രാവിലെ 11 മണിക്കാണ്. 6 മണി വരെ ഉണ്ട്. ഒരു ഡെയിലി പാസ് എടുത്താൽ, ഡെയിലി പാസ് ആണ് കേട്ടോ, അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ എൻജോയ് ഡേ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. വെർത്താണോ എന്ന് ചോദിച്ചാൽ അത്ര വെർത്തല്ല. നമ്മൾ വീഗലാൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഈ ഒരു ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്ക് അത്ര വെർത്തല്ല ആ ഒരു എക്സ്പെൻസിന്. പക്ഷേ ഒരു ദിവസത്തെ ഒരു അടിച്ചുപൊളി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം പാസ്, ഒരു എൻജോയ്മെൻറ്റ്, അതിന് വേണ്ടി ഓക്കെ, അത്രയൊക്കെ തന്നെ. പിന്നെ സ്ലൈഡിലെല്ലാം ഒന്നും കയറാൻ പറ്റാത്തത് കൊണ്ടാണോ എനിക്ക് ആ ഫീലിംഗ് എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കുട്ടികളില്ലാതെ ഞാനും റോയിച്ചിനും മാത്രമായിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ആ സ്ലൈഡുകളൊക്കെ ഒന്ന് കയറണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് കാണുന്നതാണ് റോയിച്ചിൻ്റെ എൻജോയ്മെൻ്റ് എന്നാണ് റോയിച്ച എപ്പോഴും പറയാറ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ്റ് ബിലോ. അതുപോലെ തന്നെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വന്നിട്ടുള്ളവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കും അറിയാലോ നിങ്ങളും എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഹാപ്പിനെസ് ഇവിടെ തീരുന്നില്ല. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡുക്കി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു. ബൈ ബൈ.